ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന വണ്ടികൾ നമ്മൾ നോക്കി ടോപ്പ് 10 കാഴ്സിൻ്റെ. ഇപ്രാവശ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ വിറ്റുപോയ SUVs ഏതൊക്കെയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ മാസം. നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്, മന്ത് ഓൺ മന്തിലല്ല. ഏതായാലും 10ാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ വാഹനം കിയയുടെ സെൽട്ടോസ് ആണ്. ഇതിപ്പോൾ ലേറ്റസ്റ്റ് ജനറേഷനൊക്കെ വന്നിട്ട് അത്യാവശ്യം നല്ല സെയിൽ കിട്ടിക്കൊണ്ടിരുന്നൊരു സമയമാണ്. ഇതിന് മുന്നേ പഴയ വണ്ടി ആയിരുന്ന സമയത്ത് ഫേസ് ലിഫ്റ്റ് ആണെങ്കിലും 6000-7000 ആയിരുന്നു മാക്സിമം കിട്ടിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ മാസം 11,041 വാഹനങ്ങളുടെ സെയിലാണ് വന്നത്. പഴയ സെൽട്ടോസിൻ്റെ സെയിൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ സെയിൽ നോക്കിയാൽ മനസ്സിലാവും. 2025 മാർച്ചിൽ 6,525 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. 4,516 വാഹനങ്ങളുടെ വ്യത്യാസവും 69.21% ഗ്രോത്ത് റേറ്റും ഉണ്ട്. നമ്മളിപ്പോൾ ഈ ലിസ്റ്റിലെടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഇയർ ഓൺ ഇയർ ബേസിൽ വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് സെൽട്ടോസ്. സോ എന്തായാലും ആ കാര്യത്തിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഈ വാഹനത്തിന് വന്നിട്ടുണ്ട് എന്ന് പറയും. പിന്നെ പുതിയ വണ്ടിയാണെങ്കിലും നമുക്ക് അത്യാവശ്യം ഡിസൈനൊക്കെ വ്യത്യാസമുണ്ട്. ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും വലുപ്പം കൂടിയ വണ്ടിയും കൂടിയാണ് ഇപ്പോൾ സെൽട്ടോസ്. ഫീച്ചേഴ്സൊക്കെ പിന്നെ ഓൾറെഡി ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇനി 9th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ വിക്ടോർസ് ആണ്. ഇതിന് കഴിഞ്ഞ മാസം 11,062 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ഇതിന് ഇയർ ഓൺ ഇയർ ബേസിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് ആ സമയത്ത് വണ്ടി ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇവനെ നമുക്ക് തൽക്കാലത്തേക്ക് മന്ത് ഓൺ മന്തിൽ കമ്പയർ ചെയ്യാം. കറക്റ്റ് ലിസ്റ്റ് അല്ല, പക്ഷെ എന്നാലും ഇപ്പോൾ മാർച്ചിൽ ഇത്രയാണ് കിട്ടിയിരിക്കുന്നതെങ്കിലും ഫെബ്രുവരിയിൽ ഈ വാഹനത്തിന് 13,000-ന് കുറച്ച് മുകളിലായിട്ടായിരുന്നു സെയിൽ വന്നിരുന്നത്. 2000 വണ്ടികളുടെ വ്യത്യാസമുണ്ട്. ആൻഡ് ജാനുവരിയിലാണ് ഈ വണ്ടിക്ക് ഏറ്റവും കൂടുതൽ സെയിൽ കിട്ടിയത്. 15,000-ന് മുകളിലായിട്ട് ഇതിന് സെയിൽ കിട്ടിയായിരുന്നു. ആൻഡ് അത് ഈ ഒരു കോമ്പറ്റീഷൻ, അതായത് ഈ സെഗ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ക്രെറ്റയുടെ താഴത്തായിട്ട് ഏറ്റവും കൂടുതൽ സെയിൽ വന്നിരിക്കുന്ന ഈ വണ്ടിക്കാണ് എന്ന് പറയും 15,000. ഇതിന് മുന്നേ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് വന്നിട്ടുണ്ട്, പക്ഷേ 15,000 വന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. 12-13 വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എനിവേ ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല ഇംപ്രസീവ് സെയിൽസ് തന്നെയാണ് കിട്ടുന്നത്. 11,000 എന്ന് പറഞ്ഞാൽ അത്ര മോശമല്ല. ഇനി 8th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ അടുത്ത വാഹനം ഹ്യുണ്ടായുടെ വെന്യൂ ആണ്. ഇതിന് കഴിഞ്ഞ മാസം 11,147 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതായത് 10,441 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. 706 വാഹനങ്ങളുടെ വ്യത്യാസം 6.76% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. പറഞ്ഞു വരുമ്പോൾ അങ്ങനെ വലിയ ഗ്രോത്ത് ഒന്നുമില്ല. നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം കൂടിയാണ് പുതിയ വെന്യൂ. ഇതിന് പിന്നെ ജനറേഷൻ അപ്ഡേറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു രീതിയിൽ സെയിൽ പിടിച്ച് പോകാൻ പറ്റുന്നുണ്ടെന്ന് നമുക്ക് പറയാം. ഇതിന് മുന്നത്തെ വണ്ടിയും ഏകദേശം ഒരു 8-10 ഇടയിലൊക്കെ എങ്ങനെയായാലും സെയിൽ കിട്ടാറുണ്ടായിരുന്നു. മിക്കവാറൊക്കെ ഒരു 11,000-അടുത്ത് തന്നെയാണ്. സോ എന്തായാലും ഇത് വന്നു എന്ന് പറഞ്ഞ് ഒരുപാട് ഈ വണ്ടിയുടെ സെയിൽ കൂടിയിട്ടൊന്നുമില്ല. ഓൾമോസ്റ്റ് സെയിം ഒക്കെ തന്നെയാണ് പഴയ വണ്ടിയായിരുന്നപ്പോഴും ജനറേഷൻ മാറിയപ്പോഴും ഇത്രയൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിയപ്പോഴും ഉള്ള സെയിൽ. എന്തായാലും സെൽട്ടോസിന് സോണത്തിന് വെന്യൂവിനേക്കാൾ കൂടുതൽ സെയിൽ കഴിഞ്ഞ മാസം കിട്ടിയിട്ടുണ്ട്. 12,012 വാഹനങ്ങൾ സെയിലാണ് സോണറ്റിന് കഴിഞ്ഞ മാസം ലഭിച്ചത്. കഴിഞ്ഞ വർഷം മാർച്ച് എടുക്കുകയാണെങ്കിൽ 7,705 വാഹനങ്ങൾ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനെങ്ങനെ പറയത്തക്ക വലിയ വ്യത്യാസമൊന്നും ഈ വർഷത്തെ കണക്കിൽ വന്നിട്ടില്ല. അതായത് സെയിലിൻ്റെ കാര്യത്തിലല്ല, വണ്ടിയുടെ ചേഞ്ചസ് എടുക്കുകയാണെങ്കിൽ ഫേസ് ലിഫ്റ്റോ ജനറേഷൻ അപ്ഡേറ്റോ ഒന്നും ആയിട്ടില്ല. ഇനിയിപ്പോൾ കുറച്ച് കാലത്തിനുള്ളിൽ വരുമായിരിക്കും. കാരണം Kia Ceros ഇറക്കി പുതിയ ജനറേഷൻ വെന്യൂ വന്നു. സോണറ്റ് മാത്രമേ അപ്ഡേറ്റ് ആവാനുള്ളൂ. 2020 നമുക്ക് സോണറ്റ് കിട്ടിയത്. അതിനുശേഷം പിന്നെ 22-23 ആയപ്പോഴേക്കും ഒരു ഫേസ് ലിഫ്റ്റ് വന്നായിരുന്നു. എനിവേ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് 4,307 വാഹനങ്ങളുടെ വ്യത്യാസം 55.9% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. ഈ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ രണ്ടാമതായി നമ്മുടെ സെൽട്ടോസിന് ശേഷം ഏറ്റവും കൂടുതൽ ഇയർ ഓൺ ഇയറിൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് സോണറ്റ്. അതായത് സെൽട്ടോസും സോണറ്റ് അത് രണ്ടാണ് ടോപ്പ് 2-ൽ നിൽക്കുന്ന ഗ്രോത്തിൻ്റെ കാര്യത്തിൽ പെർസെൻറ്റേജിൽ. ഇനി നമ്മുടെ അടുത്ത 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മഹീന്ദ്രയുടെ സ്കോർപിയോ സീരീസിലുള്ള സ്കോർപിയോ എന്നും സ്കോർപിയോ ക്ലാസിക്കാണ്. ഇതിന് കഴിഞ്ഞ മാസം 14,578 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. നമ്മളിനി ഇയർ ഓൺ ഇയർ ബേസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 13,913 വാഹനങ്ങളുടെ സെയിലായിരുന്നു കഴിഞ്ഞ വർഷം മാർച്ചിൽ കിട്ടിയിരുന്നത്. അതായത് 665 വാഹനങ്ങളുടെ വ്യത്യാസവും 4.78% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. സംഭവം ഗ്രോത്ത് ആണെങ്കിലും ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്നതിൽ ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ളൊരു വാഹനം കൂടിയാണ് സ്കോർപിയോ സീരീസിലുള്ള എൻ ക്ലാസിക്. പക്ഷേ അഗൈൻ അത് കുഴപ്പമില്ല, കാരണം ഇത്രയും പ്രൈസും സൈസും ഒക്കെ ഉള്ള വണ്ടി ഞാൻ എല്ലാ വീഡിയോയിലും എടുത്ത് പറയുന്നതാണ്. ഇതിനൊക്കെ ഇത്രയും സെയിൽ കിട്ടുന്നു എന്ന് പറയുന്നതിന് വളരെ നല്ല കാര്യമാണ്. മഹീന്ദ്രയ്ക്ക് മാത്രമേ ആക്ച്വലി ഇത്രയും വലിയ സൈസുള്ള വണ്ടികൾക്ക് ഇങ്ങനെ മാസ് മാർക്കറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ വോളിയം സെയിൽസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതിപ്പോൾ ഇത് മാത്രമല്ല, 7X ആണെങ്കിലും അവർ 10,000-അടുത്തൊക്കെ വിൽക്കുന്നുണ്ട്. താർ റോക്സ് അതും അത്രയും റേഞ്ചിൽ വിൽക്കുന്നുണ്ട്. പക്ഷേ 3X അവർ 8,000-അടുത്തൊക്കെ വിൽക്കുന്നുള്ളൂ. ഈ പറഞ്ഞ വണ്ടികളെക്കാളൊക്കെ സെയിൽ കുറവാണ് അവരുടെ ചെറിയ വണ്ടികൾക്ക്. ഇനി നമ്മുടെ അടുത്ത 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ് ആണ്. ഇതിന് കഴിഞ്ഞ മാസം 15,540 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മാർച്ചിൽ 13,669 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. 1,871 വാഹനങ്ങളുടെ വ്യത്യാസവും 13.69% ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഭയങ്കര ഇംപ്രസീവ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും ആവശ്യത്തിന് സെയിലുണ്ട്. 15,000 മുകളെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു സെയിലാണ് മാരുതി സുസുക്കിയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ബലേനോ ബേസ് ചെയ്തിട്ടുള്ള ഇൻറ്റീരിയറൊക്കെ
സെയിം ആക്കി വെച്ചിട്ടുള്ള എക്സ്റ്റീരിയർ അത്യാവശ്യം ഒരു ക്രോസ് ഓവർ ഡിസൈൻ കൊടുത്തിട്ടുള്ള വണ്ടിയാണല്ലോ. മിക്ക മാസങ്ങളിൽ ഇതിന് ബലിനേക്കാൾ കൂടുതൽ സെയിൽ കിട്ടാറുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം എന്തായാലും ബലിനോ ചെറിയൊരു മാർജിനിൽ ഈ വണ്ടിയേക്കാൾ കുറച്ചും കൂടി കൂടുതൽ വിറ്റ് പോയിരുന്നു. അതുമാത്രമേ വ്യത്യാസമുള്ളൂ, അല്ലാതെ ഓവറോൾ എടുക്കുമ്പോൾ സെയിൽ അങ്ങനെ അത്ര കുറവൊന്നുമല്ല. ഇനി നമ്മുടെ അടുത്ത ഫോർത്ത് പൊസിഷൻ മാരുതിയുടെ SUV തന്നെയാണ്. ബ്രസയാണ് അവിടെ നിൽക്കുന്നത്. 16,130 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസത്തിന് കിട്ടിയത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ 16,546 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. വലിയ വ്യത്യാസമില്ല, 416 വാഹനങ്ങളുടെ വ്യത്യാസമുള്ളൂ. ആൻഡ് 2.51% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ലിസ്റ്റിൽ ഡീഗ്രോത്ത് വന്നിരിക്കുന്ന ആകെപ്പാട് രണ്ട് വാഹനങ്ങളേ ഉള്ളൂ. അതിൽ തന്നെ പെർസെൻറ്റേജ് കണക്ക് വളരെ കുറവാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് വന്നിരിക്കുന്ന ബ്രസയ്ക്കാണ്. പക്ഷെ അതങ്ങനെ നോട്ടീസ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം 16,000 മുകളിൽ കഴിഞ്ഞ വർഷമാണെങ്കിലും കഴിഞ്ഞ മാസമാണെങ്കിലും വന്നിട്ടുണ്ട്. സോ അതൊരിക്കലും മോശം സെയിൽ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനേ പറ്റില്ല. ആൻഡ് ഇതിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല സെയിലുണ്ട്. പക്ഷേ ഈ സെഗ്മെൻറ്റിൽ ബെസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അതിപ്പോൾ കുറച്ച് കാലമായിട്ട് കോൺസിക്യൂട്ടീവായിട്ട് വേറൊരു വണ്ടിയാണ് ചെയ്യുന്നത്. ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണുമായിരിക്കും ഏതാണെന്ന്. പക്ഷേ നമ്മുടെ അടുത്ത തേർഡ് പൊസിഷൻ നിൽക്കുന്ന വണ്ടി അതല്ല, ക്രെറ്റയാണ്. ഇതാണ് നമ്മുടെ അബോവ് 4 മീറ്റർ കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ സെയിൽ കിട്ടിയിരിക്കുന്ന വാഹനം. കഴിഞ്ഞ ദിവസം 17,838 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ 18,059 വണ്ടികളുടെ സെയിലാണ് കിട്ടിയത്. 221 വാഹനങ്ങളുടെ വ്യത്യാസമുള്ളൂ. പക്ഷേ അത് ഡീഗ്രോത്ത് ആണ്. അതുകൊണ്ട് തന്നെ 1.22% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി ഇതാണ്. പക്ഷേ സ്റ്റിൽ ഡീഗ്രോത്ത് എന്ന് പറയുമ്പോൾ ആകെപ്പാടെ 2 വണ്ടികൾക്കല്ലേ ഉള്ളൂ. അതുകൊണ്ട് അത് നോക്കുന്നെങ്കിൽ നോക്കാം. പക്ഷേ പറയുമ്പം 18,000-അടുത്തൊക്കെ തന്നെ നമുക്ക് 2 രീതിയിൽ നോക്കിയാലും സെയിലുണ്ട് എന്നും പറയാം. ഇനി അടുത്ത രണ്ടാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന വാഹനമാണ് നമ്മുടെ ടാറ്റയുടെ നെക്സോൺ. സബ് 4 മീറ്റർ വാഹനങ്ങളുടെ കേസ്, അതായത് SUVസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, മൈക്രോ SUV അല്ല, അല്ലാതെ വെറുതെ സബ് 4 മീറ്റർ SUV എടുക്കുകയാണെങ്കിൽ അതിൽ നമ്മുടെ നെക്സോൺ ആണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയത്. 19,810 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കഴിഞ്ഞ മാസം കിട്ടിയത്. മാർച്ച് കഴിഞ്ഞ വർഷം 16,366 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. കഴിഞ്ഞ വർഷം തന്നെ അത്യാവശ്യം നല്ല സെയിലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ മാസത്തെ ഞങ്ങൾ എടുത്തപ്പോഴേക്കും ഏകദേശം 20,000-അടുത്ത് സെയിലുണ്ട്. 3,444 വാഹനങ്ങളുടെ വ്യത്യാസവും 21.04% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഇത്രയും ഹൈ വോളിയം സെയിൽസ് ആയിട്ട് പോലും നമ്മുടെ ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ളൊരു വാഹനം ആവാനും നമ്മുടെ നെക്സോണിന് സാധിച്ചിട്ടുണ്ട്. സോ അഗൈൻ അതും വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനിയിപ്പോൾ നമ്പർ 1 ഏതായിരിക്കും എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. കുറേ പേർക്കൊക്കെ ഏകദേശം മനസ്സിലായി കാണുമായിരിക്കും. അതും നമ്മുടെ ടാറ്റയുടെ തന്നെ സ്വന്തം വണ്ടിയാണ്, പഞ്ചാണ്. ഇതിൻ്റെ ചെറിയ വണ്ടി, അതായത് മൈക്രോ SUV കാറ്റഗറിയിൽ വരുന്ന നമ്മുടെ ടാറ്റയുടെ പഞ്ച്. ഈ സെഗ്മെൻറ്റിൽ വളരെ കുറച്ച് വണ്ടികളേ ഉള്ളൂ. നമ്മുടെ എക്സ്റ്റർ ഉണ്ട്, പിന്നെ സിറ്ററിൻ്റെ C3 ഉണ്ട്, C3X ആണ് ഇപ്പോൾ വരുന്നത്. പിന്നെ വേണമെങ്കിൽ ഇഗ്നിസ് കുറച്ചും കൂടി ചെറിയൊരു വണ്ടിയായിട്ട് പറയാം. പക്ഷേ ഇതിനാണ് ഏറ്റവും കൂടുതൽ സെയിൽ കിട്ടാറുള്ളത് പഞ്ചിന്. 20,977 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം കിട്ടിയത്. അഗൈൻ പഞ്ചിന് ഇപ്പോൾ പുതിയൊരു ഫേസ് ലിഫ്റ്റ് വന്നു. അതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് സെയിൽ കൂടിയതെന്ന് പറയാം. കാരണം അതുവരെ നെക്സോൺ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ വിറ്റ് പൊക്കോണ്ടിരുന്നത്. വ്യത്യാസം എടുക്കുകയാണെങ്കിൽ 3,263 വാഹനങ്ങളുടെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് 18.42% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. ഈ ലിസ്റ്റിൽ അല്ലാതെ എടുക്കുകയാണെങ്കിൽ 4ാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജും നമ്മുടെ പഞ്ചിന് വന്നിട്ടുണ്ട്. സോ ഓവറോൾ ടാറ്റ എന്തായാലും SUVസിൻ്റെ സെയിൽ, ചെറിയ വണ്ടികളുടെ സെയിലിൻ്റെ കാര്യത്തിൽ വളരെ നന്നായിട്ട് തന്നെയാണ് ഇപ്പോഴും പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റ് നമ്മുടെ ടോപ്പ് 10 SUVസിൻ്റെ വീഡിയോ. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസ് ക്ലീൻ പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സായി തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.